നമസ്കാരം, ഞാൻ സജി സബാന. കലാരംഗത്തേക്കുള്ള എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ജോക്ക് ബ്രദേഴ്സ് എന്ന പേരിൽ ഒരു മാട്ട മിമിക്രി ട്രൂപ്പ് തട്ടിക്കൂട്ടുകയുണ്ടായി. എനിക്ക് 94-95 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ കൊച്ചിൻ കലാഭവൻ്റെയും അബി, ദിലീപ്, നാദർഷ അവരുടെയൊക്കെ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റും ഒക്കെ കണ്ട് അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് ചില സ്കിറ്റുകൾ അതുപോലെ ചെയ്യുകയും ചിലത് ഞങ്ങളുടെ ഭാവനയും കൂടി കലർത്തിയിട്ട് ഒരു സ്കിറ്റ് രൂപേണയാക്കി ചെറിയ കുഞ്ഞു കുഞ്ഞു വേദികളിലൊക്കെ അവതരിപ്പിച്ചു. അപ്പം അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നീട് അതിന് ശേഷം ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഓണാഘോഷം നടക്കുമ്പോൾ പ്രൊഫഷണൽ മ്യൂസിക് ട്രൂപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ടാകാറുണ്ട്. അങ്ങനെ തിരുവനന്തപുരം കലാസാഗര എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ഒരു മാട്ട മിമിക്രി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അന്ന് അതിലുണ്ടായിരുന്ന കൊല്ലം കിഷോർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, സുരാജ് ഏട്ടൻ്റെ കൂടെ കോടീശ്വരൻ പ്രോഗ്രാമിൽ മുകേഷിനെയൊക്കെ അനുകരിക്കുന്ന പുള്ളി, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വിളിക്കുന്നത്. ഞാനങ്ങനെ കോട്ടയം ഷോലാക്സ് എന്ന് പറയുന്നൊരു ട്രൂപ്പിൽ 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ഹൈനസ്, ഡിസ്കവറി, കൊച്ചിൻ മിമിക്സ് മീഡിയ, പിന്നെ അങ്ങനെ ഒരുപാട് ട്രൂപ്പുകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. ആ സമയത്താണ് ഏഷ്യാനെറ്റിലെ ഒരു കോമഡി കസിൻസ് എന്ന് പറഞ്ഞ് ബാബു ജോസ്, ബൈജു ജോസും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റ്കോം പോലൊരു കോമഡി ഷോ ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോവുകയും അതിൻ്റെ ഡയറക്ടർ KV ശശികുമാർ സാറിനെ പരിചയപ്പെടുകയും, അപ്പോൾ അദ്ദേഹമാണ് എന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു കപ്പിയാരുടെ വേഷം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു വേഷം, ഒരു 2 എപ്പിസോഡ് 3 എപ്പിസോഡൊക്കെ ഉള്ളൊരു വേഷം കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സമയം നല്ലതായതുകൊണ്ടും ആ സീരിയൽ ആ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടും 410 എപ്പിസോഡോളം ഉണ്ടായിരുന്ന ആ സീരിയലിൽ ഏകദേശം ഒരു 350ഓളം എപ്പിസോഡുകളിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി അതിൽ അഭിനയിക്കാനും 50ഓളം എപ്പിസോഡുകൾ എഴുതാനും പിന്നെ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനൊക്കെ ഒപ്പം ഉണ്ടാകാനും അതുപോലെ എൻ്റെ ടൈറ്റിൽ സോങ് എഴുതാനും ഒക്കെ ഉള്ള അവസരം ലഭിച്ചു. ഈ പാട്ട് എഴുതാനുള്ള അവസരം എന്ന് പറയുന്നത്, ഞാൻ അതിന് മുൻപ് ഒരു ആൽബം സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് എഴുതി സംഗീതം ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു ആൽബം അങ്ങനെ ചെയ്തു. അപ്പം അത് നമ്മുടെ പ്രൊഡ്യൂസർ KV ശശികുമാർ സാറ് ഇതുപോലെ പാട്ട് എഴുതുമെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷാജി തോന്നിക്കില്ല, പുള്ളി പറഞ്ഞതുപോലെ അവനെഴുതും. അപ്പോൾ ഞാൻ പറഞ്ഞത് കോമഡി അല്ല, അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പാട്ട് എഴുതിപ്പിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സഞ്ജീവ് ലാൽ. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്തരോ വരട്ട്, അതിനെ പാട്ട് രൂപത്തിലേക്ക് മാറ്റിയത് അതിൻ്റെ സംഗീതമാണ്. ആ പാട്ട് പാടിയിരിക്കുന്ന അൻവർ സാദത്തും സരിത ജിജിയുമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡിങ് സോങ് ആയിരുന്നു. ആ പാട്ടിന് ഏറ്റവും ജനപ്രീതി ആർജിച്ച ഗാനം എന്നുള്ള നിലയ്ക്ക് അന്ന് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡും ഉണ്ടായിരുന്നു. പിന്നെ സീരിയൽ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഒരു വശത്തുകൂടി ഉണ്ടായിരുന്നു. പലരെയും പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഞാൻ ദൂരദർശനിൽ ഉണ്ടായിരുന്ന ജ്വാല എന്ന് പറയുന്ന സീരിയലിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയ മോഹമായിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഞാനും ഷാജി തോന്നക്കൽ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനുണ്ട്. ഞങ്ങൾ രണ്ടുമാണ് ഈ മിമിക്രി ആയിട്ട് തുടങ്ങുകയും അല്ലെങ്കിൽ ഒന്ന് സജീവമായിട്ട് നിന്നിട്ട് ഞങ്ങളിങ്ങനെ സീരിയൽ സിനിമയിൽ അഭിനയിക്കാനുള്ള എവിടെ അന്നത്തെ ഒരു പ്രത്യേകത, ഈ നാന അല്ലെങ്കിൽ സിനിമാ മാസികകളിലൊക്കെ സംവിധായകരുടെ അഡ്രസ്സ് ഉണ്ടാവും. എല്ലാത്തിലും കത്തെഴുതുക. അവർക്ക് അന്ന് പിന്നെ കത്തുമല്ല, കാർഡാണ്. 15 വയസ്സുടെ കാർഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങൾ കാർഡ് അയക്കും. ആരും മറുപടിയൊന്നും അയക്കില്ല, കാര്യം നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നിട്ട് ചെന്നെത്താൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുമായിരുന്നു. ഒരിക്കൽ ആയൂർ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ടെലിഫിലിമാണ് ഷൂട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചാൻസ് ചോദിച്ച് ചെല്ലുകയും
ചെന്നപ്പോൾ പിറ്റേന്നാണ് ഷൂട്ട്. അപ്പം ഞങ്ങൾക്ക് അന്നെല്ലാം അതിനകത്തുള്ള എല്ലാ ആളുകളും പൈസ കൊടുത്ത് അഭിനയിക്കുന്നവരാണ്. അപ്പം ഞങ്ങളിൽ പൈസ ഇല്ല. പൈസ ഇല്ലയെന്ന് മാത്രമല്ല, ഷൂട്ട് പിറ്റേന്നായതുകൊണ്ട് തന്നെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയില്ല. അത് കാരണം ഞങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കടത്തിണ്ണയിൽ ഞങ്ങൾ കയ്യിൽ മുണ്ട് വിരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവർക്കൊപ്പം അവരുടെ നമ്മുടെ എന്താണ് വണ്ടിയിൽ, അതായത് വാനിൽ, നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടിയിൽ ഞങ്ങൾ നേരെ ലൊക്കേഷൻ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ, ക്രൗഡ് സീനിൽ എന്തെങ്കിലും പാസിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് വേഷമില്ല. കാര്യം കാശ് കൊടുത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി അന്ന് ആളുകൾ ഒത്തിരി ഉള്ള സമയമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വന്നിട്ട് പറഞ്ഞു, ശരി അതിന് ഈ പ്രൊഡക്ഷൻ നമ്മുടെ ഈ ഇതില്ലായിരുന്നു, അതായത് എന്താണ് ഈ യൂണിറ്റ്, നമ്മുടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ടീമില്ല, ചെറിയൊരു ഇതിൽ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചു, സീരിയലിലൊക്കെ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കണം. അപ്പോൾ എന്താണോ ചെയ്യാം, പ്രൊഡക്ഷനിലാണില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളങ്ങ് ചാടി വീഴാണ്. ഞാൻ ഷാജി നേരെ ചെല്ലുന്നു, ഫുഡ് എടുക്കാൻ പോകുന്നു, ഫുഡ് കൊണ്ടുവരുന്നു, ആളുകൾക്ക് വിളമ്പി കൊടുക്കുന്നു. കാര്യം അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി, ഞങ്ങൾ പ്രൊഡക്ഷൻ ടീമായി. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. എന്നിട്ട് ഭക്ഷണം തികഞ്ഞില്ല, ഞങ്ങൾക്ക് തികഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഭാഗമാകാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 പയ്യന്മാർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഞങ്ങളുടെ വേഷം ആയോ ഒന്ന് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തോന്നി അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ നിൽക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നതാണ് ഞങ്ങൾ. പക്ഷേ അതിനകത്ത് എന്തോ എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റ് ഒരു ഓടിപ്പോകുന്നൊരു സീനം കണ്ട ഒരു ഷോട്ടിൽ അങ്ങോട്ട് മാത്രമേ ഞങ്ങളുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഇതാണ്. ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. എന്നിട്ട് ഞാനൊരു വേറൊരു സീരിയലിൻ്റെ സെറ്റ് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും അഭിനയിക്കാൻ എന്തെങ്കിലും വേഷമുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ നോക്കിയിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് ചോദിച്ചു, നിനക്കാടെ കണ്ണാടി ഒന്നും നോക്കൂലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടെക്നീഷ്യന്മാരും ഒക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രായത്തിൽ, ഇന്ന് പിന്നെ കുഴപ്പമില്ല, അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികം നമുക്ക് ഭയങ്കര സങ്കടം വന്നു. ഈ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള രൂപഘടനയും നിറവും സൗന്ദര്യവും ഒക്കെ ആവശ്യമായൊരു സമയമായിരുന്നു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ജന്മത്ത് ഞാൻ അഭിനയിക്കില്ല എന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഇനി ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല, ഞാൻ ക്യാമറയ്ക്ക് പിന്നിലായിരിക്കും. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നീട് സ്ക്രിപ്റ്റിലേക്കും അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിലേക്കൊക്കെ തിരിയുന്നത്. ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ കോമഡി കസിൻസിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഷാജിയുടെ കൂടെ പോയതാണ്. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാര്യം എനിക്ക് അത്രയ്ക്കുണ്ടായിരുന്നു ആ വിഷമം. പക്ഷെ ഞാൻ എപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്ന് തീരുമാനിച്ചു, അപ്പോൾ ദൈവം എന്നെ നേരെ എടുത്ത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇട്ടു എന്നുള്ളതാണ്. പിന്നെ ആളുകൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിനക്ക് ഈ രൂപം വെച്ച് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആ രൂപം വെച്ച് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഈ ഫീൽഡിൽ നിന്നതെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഈ മിമിസ് ട്രൂപ്പിൽ കളിക്കുമ്പോഴത്തേക്ക് കോട്ടയം ഷോലാക്സ് എന്ന് പറയുന്നൊരു സമിതിയിലായിരുന്നു ഞാൻ ആദ്യം കളിച്ചത്. അപ്പം ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഗ്രാം 100-ൽ 100ആണ്. നമുക്കത് ഇപ്പോഴത് പറയുമ്പോൾ എത്ര പേര് അതിൻ്റെ ഒരു വിശ്വാസ്യത ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാര്യം അന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കുറച്ച് വിസ്മയങ്ങൾ, എനിക്ക് തോന്നുന്നു ദിനോസർ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തു നിന്നും വരുന്ന ഒരു സംഭവമൊക്കെ ചെയ്തു. ഒരു ഒറിജിനൽ ഒരു വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ സ്റ്റേജിനേക്കാളും വലിപ്പമുള്ള ഒരു ദിനോസർ ആദ്യമായിട്ട് സ്റ്റേജിന് പുറത്തു നിന്ന് വരുന്നു. പിന്നെ മുഹമ്മ ബോട്ട് അപകടം, വേൾഡ് ട്രേഡ് സെൻറ്റർ ഫ്ലൈറ്റ് അറ്റാക്ക്, ഇതൊക്കെ നമ്മൾ സ്റ്റേജിൽ ആദ്യമായിട്ട് കാണിച്ചിട്ട് ഉള്ളൊരു ഷോ ആയിരുന്നു. ആ ഷോ ഭയങ്കര ഗംഭീരമായിട്ടുള്ള, അത്യാവശ്യം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന, ഇന്ന് ടെലിവിഷൻ മേഖലയിലൊക്കെ ഉള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു സമിതിയായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഞങ്ങൾ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് അന്ന് റേറ്റൊക്കെ വളരെ കുറവായതുകൊണ്ട് ആദ്യം വരുന്ന ചില പ്രോഗ്രാമുകൾ റിസർവ് ചെയ്തിടും, ചില പ്രോഗ്രാമുകൾ ഏജൻസി കൊടുക്കും, ചിലത് വേണോ വേണ്ട ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും ഏജൻറ്റും കൂടെ ഒരേ സമയം 2 പ്രോഗ്രാം എടുത്തു. അപ്പം ഞങ്ങളത് അറിയുന്നില്ല. അപ്പം ഞങ്ങൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ അറിയുന്നത് 2 പ്രോഗ്രാമുണ്ട്, 2 ഒരേ സമയമാണെന്നുള്ളത്. പിന്നെ ആകെ ടെൻഷനായി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്, അന്ന് 9:30-ക്കാണ് പ്രോഗ്രാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് 8 മണിക്ക് പ്രോഗ്രാം വയ്ക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 മണിക്കുള്ള പ്രോഗ്രാം കളിക്കുന്നു. ഈ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരുന്നിടയ്ക്ക് നമ്മൾ ചെയ്ത ഒരു അതിബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്കിറ്റ് അങ്ങ് കുറച്ചു. സ്കിറ്റ് കുറച്ചിട്ട് ഞങ്ങൾ ബാക്കിയെല്ലാം ഒതുക്കിയപ്പോഴത്തേക്ക് അവരൊന്ന് പറഞ്ഞു, ഒരു സ്കിറ്റ് എവിടെ? അല്ല ഇത്രയേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്, കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ
അന്ന് അവിടെ നിന്ന് അവർ വിട്ടത്, ഞങ്ങൾ 9 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എപ്പോൾ പോകും ആ സമയത്താണ് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടത്. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഓരോരുത്തർ, നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, അവിടെ ചെന്നപ്പോഴത്തേക്ക് നാടകം തുടങ്ങി. ഞങ്ങളുടെ പ്രോഗ്രാമിന് ശേഷമുള്ള നാടകം തുടങ്ങി. അത് കഴിഞ്ഞ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം കളിച്ചു ഗംഭീര. ഈ പറഞ്ഞ നമുക്ക് പ്രോഗ്രാം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷനില്ല. വേറെ തുടങ്ങി കിട്ടാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം കളിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഞങ്ങളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഗേറ്റ് അങ്ങ് പൂട്ടി, വണ്ടിയൊക്കെ അകത്തിട്ട് ഗേറ്റ് പൂട്ടി. പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ വിഷയമായി. കാര്യം പുള്ളി വർഷങ്ങളായിട്ട് അവിടെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ ആകെ ഇതായി പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ നിവർത്തികളൊക്കെ പറഞ്ഞു, ഒരു രക്ഷയില്ല. അവസാനം ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോഗ്രാമിന് കളിച്ച ആ പൈസയും കൊടുത്ത് ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളും ആരുടെയും കുറ്റമല്ല, ചില സാഹചര്യങ്ങൾ, നമുക്ക് കലാകാരന്മാരുടെ അവസ്ഥകൾ പറയുകയാണ്. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സീരിയലിൽ 350 എപ്പിസോഡോളം അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത ശേഷം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു സീരിയലിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോയ ആദ്യത്തെ ആള് ഞാനായിരിക്കും തോന്നുന്നു. അത് വേറൊന്നുമല്ല, മെറിലാൻഡിന്റെ ദേവി മഹാത്മ്യം എന്ന സീരിയൽ, ദേവി മഹാത്മ്യത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ശ്രീ മഹാഭാഗവതം ആ സീരിയൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു. സജി മെറിലാൻഡ് വിളിക്കുന്നു. അപ്പം പുള്ളിയോട് പറഞ്ഞിരിക്കുന്നത് ഒരു രാജകുമാരന്റെ കൂടെ വരുന്ന ഒരു ഭടനാണ് വരുന്നത്. അപ്പം അത്യാവശ്യം കോമഡിയൊക്കെ ചെയ്യാൻ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു. ഞാൻ മെറിലാൻഡ് ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ സജിച്ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം എന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഉണ്ട്, മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നു. ഞാൻ ചെല്ലുമ്പം മേക്കപ്പ് മാൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയത്തില്ല. പുള്ളി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൽ അഭിനയിക്കാനുണ്ട്. അപ്പൊ അവരെല്ലാവരും സ്ക്രിപ്റ്റ് നോക്കുന്നു. അപ്പൊ ഞാൻ നിൽക്കുന്നു, എന്നെ കൊണ്ട് എന്ത് പറ്റിയേട്ടാ? ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ വന്നു. എന്താ ക്യാരക്ടർ? ഞാൻ പറഞ്ഞ അറിയത്തില്ല, എന്തോ ഒരു ഇതെന്ന് പറഞ്ഞു. ചേട്ടാ അതിനകത്ത് ഡയലോഗൊന്നുമില്ല, അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇതിനകത്ത് അഭിനയിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ചേട്ടാ ഒന്നും ചെയ്യാനില്ല, ചെയ്യല്ല, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, എന്നെ സംബന്ധിച്ച് അഭിനയിക്കാനുണ്ടെങ്കിൽ അഭിനയിക്കുക. അതിപ്പം ഇത്ര പേജ് ഡയലോഗ് ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയമാകൂ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മാത്രമല്ല, ഞങ്ങൾ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ഈ ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത്. അപ്പൊ അത്രയും പറഞ്ഞ എനിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നോക്കുമ്പോൾ അടുത്ത സീൻ എന്ന് പറയുന്നത് നിൽക്കുന്നത് ഏറ്റവും ബാക്കിലാണ്, ഒരു കുന്തവും പിടിച്ചുകൊണ്ട് ഏറ്റവും പുറകിൽ നിൽക്കണം. അപ്പോഴും വന്ന് പറഞ്ഞു, നിങ്ങളിത് അഭിനയിക്കരുത്, നിങ്ങൾ ഇത്രയും വലിയ സീരിയൽ ചെയ്തിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴും സത്യം പറഞ്ഞ് എനിക്ക് അതിനകത്ത് വലിയ നിരാശയോ വിഷമവും തോന്നിയൊന്നുമില്ല. ഞാനത് എൻജോയ് ചെയ്തു. എൻ്റെ കൂടെ നിന്ന ഒരാൾ സത്യം പറഞ്ഞാൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ സീരിയലിലേക്ക് ഉള്ളതാണ്, സന്മനസ്സുള്ള സമാധാനത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളതൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോഴും പുള്ളിക്ക് എന്നെ മനസ്സിലായില്ല. അപ്പം ഞാൻ അന്ന് ചെയ്തതെന്ന് പറയുന്നത്, നമ്മുടെ സെന്തിൽ രാജാമണിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുന്തവും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കാണിച്ചു തരാം. പലരും കരുതുന്നത് ഈ സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ സീരിയലിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരുന്നു എന്നാണ്. അല്ല, ഒത്തിരി കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോല എന്ന് പറയുന്ന സീരിയലിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ അഭിനയ മോഹമായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അതിനകത്തൊരു സീനിൽ പോലും അഭിനയിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് സീരിയലിൽ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി എപ്പിസോഡുകൾ ചെയ്യാനും മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ താരങ്ങൾക്കൊപ്പം ഇപ്പോൾ നമ്മുടെ ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ സുരാജ് ചേട്ടനൊപ്പമൊക്കെ ഗംഭീരമായ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ്, അത് കഴിഞ്ഞുള്ള അടുത്ത ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ ചെയ്യുന്ന സമയത്താണ് വിനയൻ സാറിൻ്റെ യക്ഷിയും ഞാനും എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഇങ്ങോട്ടൊരു വിളി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനയൻ സാറിനെയൊക്കെ പോയി ഒന്ന് കണ്ട് ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് എപ്പിസോഡിൻ്റെ CD ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഒരു സിനിമാ നടനാകാൻ വേണ്ടുന്ന രൂപഘടനയോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് വിനയൻ സാറിൻ്റെ സ്വാഭാവികമുള്ള സിനിമകളെന്ന് പറയുന്നത് സാധാരണക്കാരുടെ സിനിമകളാണ്. അപ്പം സാധാരണ നാട്ടിൻപുറത്തുള്ള രൂപസാദൃശ്യമുള്ള ആളുകൾക്ക് അവസരം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ വിനയൻ സാറിനെ കാണാൻ ഇരിക്കുമ്പോഴാണ് AR കണ്ണൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നതും ആ സിനിമയിൽ അഭിനയിക്കുന്നതും. അതിനുശേഷം വിനയൻ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയിൽ രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന് പറയുന്ന സിനിമയിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ അവിടെ നിന്ന് 1-2 സിനിമകൾ ഇങ്ങനെ ചെയ്തു, ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്തു. അടുത്തിടെ മഞ്ജു വാര്യർക്കൊപ്പം സൗബിൻ ഷാഗറിനൊപ്പം
വെള്ളരിപ്പട്ടണം എന്ന് പറയുന്ന സിനിമ മഹേഷ് വെട്ടിയാർ സംവിധാനം ചെയ്ത ഒരു സിനിമ. ഒരു അത്യാവശ്യം നല്ലൊരു കഥാപാത്രം ചെയ്തു. പിന്നെ ബിജു മേനോൻ നായകനായിട്ടുള്ള ശ്രീജിത്ത് സംവിധാനം ചെയ്ത ഒരു തെക്കൻ തല്ല് കേസ്. അതിനകത്തും എനിക്കൊന്ന് 3 സീനേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഒരു 1980 കാലഘട്ടത്തിലെ ഒരു കഥാപാത്രമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഞങ്ങൾ കൊറോണ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമുക്ക് സ്റ്റേജ് പരിപാടി ഇല്ല. അതൊക്കെ എന്താണ് നമ്മുടെ ഒരു വരുമാനം, വലിയൊരു വരുമാനം നിലച്ചു. പിന്നെ കലാപരമായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ക്യാമറ ചെയ്യുന്ന ഒരാൾ, എഡിറ്റ് ചെയ്യുന്ന ഒരാൾ, അഭിനയിക്കുന്ന ആൾ, സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ കുറച്ച് പേര് കൂടി ചേർന്നിട്ട് തോന്നക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ കുറച്ച് കണ്ടന്റ് വീഡിയോകൾ ഞങ്ങൾ ചെയ്തു. തുടർന്ന് അതിൻ്റെ പിന്നാലെ വന്ന ഒരു ഷോർട്ട് ഫിലിമാണ് 5 സഞ്ചയനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അതിൻ്റെ ഞങ്ങൾക്കൊപ്പം തോന്നക്കൽ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന എസ് വിപിൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ റൈറ്ററും സംവിധായകനും. അപ്പോൾ അതിൽ ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിങ് ഞാനായിരുന്നു. പിന്നെ അതുപോലെ അതിൽ അഭിനയിക്കാൻ എന്നൊരു ക്യാരക്ടർ ചെയ്യാനും പറ്റി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഇത് സിനിമാക്കാർ കാണും, സിനിമാക്കാർ വിളിക്കും എന്ന് പറയുന്നൊരു ഒരു ആത്മവിശ്വാസം അതിനകത്തുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് മാലാപാർവതി ചേച്ചി കാണാനിടയാകുകയും ചേച്ചി ഇത് ഒരുപാട് സംവിധായകർക്ക് അയച്ചു കൊടുക്കുകയും ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ സത്യനന്ദിക്കാട് സാർ വിളിക്കുകയും ജയരാജ് സാർ വിളിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം സത്യനന്ദിക്കാട് സാറ് വിളിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ ഒരു പാറ്റേണിലുള്ള ഒരു വളരെ ഗംഭീരമായ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു. അതിന് ജയരാജ് സാറ് പിന്നെ അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. NM ബാദുഷാക്ക അദ്ദേഹം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മാറ്റിനി OTTക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ 5 സഞ്ചയനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഒരു എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പലരും ഞങ്ങളോട് അതൊരു സിനിമയാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചു. E4 എൻ്റർടൈൻമെൻറ്റ് സാരഥി CV സാരഥി ചേട്ടൻ അദ്ദേഹമാണ് ആദ്യം ഇതൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിതിനെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചിന്തിച്ചിട്ട് ഒരു സിനിമാ രൂപത്തിലാക്കുകയും ഏകദേശം ഒരു 4 വർഷത്തോളം അതിൻ്റെ പിന്നാലെ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസറെ കാണുകയും ഒക്കെ ഉണ്ടായി. പലരോടും കഥ പറഞ്ഞു. അപ്പം അന്ന് അത് സിനിമ നടക്കാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് നായകനില്ല എന്നുള്ളതാണ്. അതിലൊരു നായകൻ എന്ന് പറയുന്ന ഒരാളില്ല. അപ്പം ഇതൊരാളോട് ഇതെങ്ങനെ ഇത് പറയും, ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ധൈര്യസമേതം വരും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. 1-2 ഘട്ടങ്ങളിലായിട്ട് സിനിമ ആയതുമായിരുന്നു. എന്നിട്ട് ഈ നായകൻ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി പോലെ നിൽക്കുന്ന സമയത്താണ് വിപിൻ ദാസ് എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറുമായ ആൾ ഇതിൻ്റെ കഥ കേൾക്കുന്നത്. പുള്ളി കേട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, ഇത് അനശ്വരയോട് ഈ കഥയൊന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അനശ്വരയോട് പറയുന്നു, ഒരാഴ്ചക്കകത്ത് സിനിമ ഓണാകുന്നു, ഒരു 15 ദിവസത്തിനുള്ളിൽ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നു, 1 മാസം കൊണ്ട് സിനിമ ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് കണ്ടൊരു കാര്യം ഇത് തന്നെയാണ്, അതിനകത്ത് നായകനില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. തിരക്കഥ ആണ് അതിലെ നായകൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒരു കണ്ടെത്തൽ. അപ്പം ആ ഒരു കണ്ടെത്തൽ മോശമായില്ല. സിനിമ വളരെ ഗംഭീരമായി 50 ദിവസത്തോളം തിയേറ്ററിലുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട തിയേറ്ററിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് അറിയാം. ഒരു സിനിമ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ തിയേറ്ററിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള അഭിപ്രായവും എല്ലാത്തരം പ്രേക്ഷകരിൽ നിന്നും, സിനിമയെ ഗൗരവമായിട്ട് നിരൂപണം ചെയ്യുന്നവരും അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകൻ എന്ന് പറയുന്ന രീതിക്ക് സിനിമ കാണാൻ പോകുന്നവരൊക്കെ തിയേറ്ററിൽ വളരെയധികം എൻജോയ് ചെയ്ത് ചിരിച്ച്, എന്നാൽ അതോടൊപ്പം തന്നെ അതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ഗൗരവമുള്ള കാര്യം കൂടി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളുപരി സന്തോഷം എന്ന് പറയുന്നത്, ഈ സിനിമ എന്ന് പറയുന്നത് തോന്നക്കൽ പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പം ഇതിൻ്റെ ആ കഥയിൽ പറയുന്ന ഐക്കുട്ടിക്കോണം എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ നാടാണ്. തോന്നക്കൽ, ആലിയാട് എന്നൊക്കെ പറയുന്ന, ആറ്റിങ്ങൽ എന്നൊക്കെ പറയുന്ന ഈ മംഗലപുരം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന എല്ലാം നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയായതിനുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പേരുടെ പ്രതിരൂപം ഈ സിനിമയിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു 7-8 പുതുമുഖങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10-20ഓളം ആളുകൾ ഡബ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ സിനിമ, തോന്നക്കലിൻ്റെ സിനിമ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നൊരു സിനിമയാണ്. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ മിനി ബസ് പിടിച്ചാണ് തിയേറ്ററിൽ പോയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നാട് കലാകാരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമായിരിക്കും എന്ന് തോന്നുന്നു. അതും മാത്രമല്ല, സിനിമയുടെ ഏകദേശം ഒരു 45 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട് തോന്നക്കൽ
ഞങ്ങൾക്കൊരു അനുമോദനം അതായത് ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും, എനിക്കും വിപിനും ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെയും ഈ സിനിമയിൽ അഭിനയിച്ച ഇതിൻ്റെ ടെക്നീഷ്യന്മാരെയും ഒക്കെ അനുമോദിക്കുന്ന ഒരു പ്രോഗ്രാം തോന്നയ്ക്കൽ ഇടയാവണത്ത് കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. ഗംഭീര പ്രോഗ്രാമായിരുന്നു. അപ്പം അതിൽ അന്ന് എത്താൻ കഴിഞ്ഞ എല്ലാ ആളുകളും, 1-2 പേര്, അനശ്വരയ്ക്ക് ജർമ്മനിയിലായതുകൊണ്ട് എത്താൻ പറ്റിയില്ല. ബൈജു ചേട്ടന് ബബ്ബയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ 1-2 ആർട്ടിസ്റ്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും എത്തിച്ചേരുകയും ഒരു ഗംഭീര ഒരു പ്രോഗ്രാം നടത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒരു സിനിമയ്ക്ക് സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരവും പ്രോത്സാഹനവുമായിട്ട് കാണുന്നു. ഇപ്പം ഞങ്ങൾ അടുത്തൊരു സിനിമയുടെ എഴുത്തുപണിയിലാണ്. അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.